ശബരിമല വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ പോറ്റിയുടെ പേര് പുറത്തേക്ക് വന്നതിന് ശേഷം പലരുടെയും നെറ്റി ചുളിയുന്നുണ്ടായിരുന്നു. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? കിളിമാനൂരിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യേണ്ടി വരും ഇദ്ദേഹം ആരാണെന്നറിയാൻ. ആഗോള അയ്യപ്പ സംഗമ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഉയർന്നു വന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ലെന്ന ആരോപണവുമായാണ് പോറ്റിയുടെ രംഗപ്രവേശം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയതോടെയാണ് തട്ടിപ്പുകളുടെ പരമ്പരയിലേക്ക് വെളിച്ചം വീശിയത്. തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം. പുളിമാത്ത് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പിതാവിനെ സഹായിച്ചായിരുന്നു തുടക്കം. നാട്ടിൽ CPIM അനുഭാവിയായിരുന്നു. പിന്നീട് ബംഗളൂരുവിലെത്തിയതോടെ BJP അനുഭാവിയായി. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ ബംഗളൂരുവിലേക്ക് പോയി. ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിൽ പൂജാരിയായി. പിന്നീട് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി കൂടി. ആദ്യ ഭാര്യ മരിച്ചതോടെ വീണ്ടും വിവാഹിതനായി. കുടുംബം ബംഗളൂരുവിൽ. ശബരിമലയിലെത്തിയതോടെ സമ്പന്നരായ ഭക്തരുടെ വിശ്വസ്തനായി. അവരുടെ വഴിപാടുകളും പൂജകളും സമർപ്പണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയായി. ഒപ്പം ശബരിമലയിൽ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളും പോറ്റി ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പന്നനായത് അതിവേഗമായിരുന്നു. ഭൂമിയിടപാടും ബ്ലേഡ് പലിശയുമൊക്കെയായി പണം പിന്നെയും കൂട്ടി. 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ ഇയാൾ നടത്തിയെന്നാണ് സൂചന. പണത്തിന്റെ ഒഴുക്ക് കൂടിയതോടെ ബംഗളൂരുവിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിവാക്കി. അതിനിടെ പ്രധാന രാഷ്ട്രീയ നേതാക്കളുമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അടുപ്പമുണ്ടാക്കി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി പ്രമുഖർക്കൊപ്പമുള്ള ചിത്രങ്ങൾ അധികാരസ്ഥാനങ്ങളിൽ തനിക്ക് ബന്ധമുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഉപയോഗിച്ചു. പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള ഫോട്ടോകളും പുറത്തുവന്നിട്ടുണ്ട്. ഇങ്ങനെ ദുരൂഹതകളുടെ നായകനായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.